Hi, in this lecture we are going to discuss about the architecture of Android. So let's start. Now the Android architecture is a software stack of components to support mobile device needs. So നമ്മൾ മൊബൈൽ ഡിവൈസിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള a stack of software components ആണ് actually Android architecture എന്ന് പറയുന്നത്. Okay. Now Android software stack contains a Linux kernel, a collection of C++ libraries which are exposed through an application framework, services, runtime and application. So basically നമ്മളുടെ Android software stack അതായത് Android architecture ഒരു Linux kernel ഉണ്ട്. So Linux kernel എന്ന് പറയുന്നതാണ് നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലൈനക്സ് കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് കേർണൽ ആണ്. നമ്മുടെ ലൈനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന കേർണലും ലൈനക്സ് കേർണൽ ആണ്. ഓക്കെ, സോ ആക്ച്വലി ലൈനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് തന്നെ വന്നത് ഈ കേർണലിന്റെ പേരാണ്, ലൈനക്സ് കേർണൽ. ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ്. അതായത് നമ്മൾ ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്ന കേർണലും ലൈനക്സ് കേർണലാണ്, ലൈനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന കേർണലും ലൈനക്സ് കേർണലാണ്. ഓക്കെ, സോ ലൈനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആ പേര് വരാനുള്ള കാരണം തന്നെ ലൈനക്സ് കേർണൽ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ നമ്മുടെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ലൈനക്സ് കേർണൽ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ലൈനക്സ് കേർണൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഹാർഡ്വെയർ ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്, നമ്മുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ OS. ഓക്കെ, Now the key component of the architectures are, നമുക്ക് 5 key components ആണുള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആർക്കിടെക്ചറിൽ 5 key components ആണുള്ളത്. The first one is the applications. നമ്മളുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ തന്നെയാണ് ഫസ്റ്റ് കമ്പോണന്റ്, the topmost component എന്ന് പറയുന്നത്. Okay, now comes the Android framework, and third one is the Android runtime, and then the platform libraries, and finally we have the Linux kernel. So Linux kernel is the bottommost layer in the architecture. ആർക്കിടെക്ചറിലെ ഏറ്റവും ബോട്ടംമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ലൈനക്സ് കേർണൽ ആണ്. അതേപോലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻസും ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദി ആർക്കിടെക്ചർ ഡയഗ്രാം. So here you can see this is the diagram of the architecture. ഏറ്റവും ബോട്ടം മോസ്റ്റ് ലെയർ ആണ് നമ്മളുടെ ലൈനക്സ് കേർണൽ എന്ന് പറയുന്നത്. യു ക്യാൻ സീ ഹിയർ ദിസ് ഈസ് അവർ ലൈനക്സ് കേർണൽ. ഓക്കെ, സോ ഇൻ ദിസ് ലൈനക്സ് കേർണൽ വി ഹാവ് ഡിഫറെന്റ് ഡ്രൈവേഴ്സ്. ഓക്കെ, സോ ഇത് നമ്മൾ ലൈനക്സ് കേർണൽ സെഷൻ പറയുമ്പോൾ പറയാം, നമുക്ക് ഡിഫറെന്റ് ഡ്രൈവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ദെൻ വി ഹാവ് ദ നെക്സ്റ്റ് ലെയർ, ദാറ്റ് ഈസ് അവർ പ്ലാറ്റ്ഫോം ലൈബ്രറീസ്. Platform libraries include some media frameworks, graphics, databases. Okay, അതൊക്കെ നമ്മൾ അപ്പോൾ പറയും. Then we have the Android runtime. Actually this Android runtime can interact with the application framework and the Linux kernel. നമ്മുടെ ആൻഡ്രോയിഡ് റൺ ടൈമിന് അപ്ലിക്കേഷൻ ഫ്രെയിംവർക്കുമായിട്ടും ലൈനക്സ് കേർണലുമായിട്ടും ഡയറക്ട്ലി കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലാറ്റ്ഫോം ലൈബ്രറിയിലൂടെ അല്ലാതെ. ഓക്കെ, നൗ ഈ ഒരു സെഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ പ്ലാറ്റ്ഫോം ലൈബ്രറി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഓക്കെ, സോ പ്ലാറ്റ്ഫോം ലൈബ്രറി ക്യാൻ ഓൾസോ കോണ്ടാക്ട് വിത്ത് അപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ആൻഡ് ലൈനക്സ് കേർണൽ. Now we have the third layer, that is our application framework, which contains activity manager, package manager. So there are some managers for managing some applications. Okay, അപ്പോൾ ഇതും നമ്മൾ ആ ഒരു സെഷൻ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. Then we have the topmost layer, that is our application. So whatever application we have in our Android system, that will be coming into the topmost layer, that is applications. Okay, now one by one ഓരോ സെഷനിലേക്കും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് വൺ ഈസ് we are starting from the bottom, that is our starting with the Linux kernel. Now Linux kernel is the main component in Android to provide its operating system functions to mobile and Dalvik virtual machine, which is responsible for running a mobile operating system. ലൈനക്സ് കേർണൽ തന്നെയാണ് നമ്മളെ ആൻഡ്രോയിഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത്. ഓക്കെ,
നമ്മുടെ ഡാൽവിക് വിർച്വൽ മെഷീൻ ഒക്കെ റൺ ചെയ്യാൻ റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഡാൽവിക് മെഷീൻ ഒക്കെ ഫംഗ്ഷൻ ചെയ്യുന്നത് ലൈനക്സ് കേർണൽ ബേസ് ചെയ്തിട്ടാണ്. ഈ ഡാൽവിക് വിർച്വൽ മെഷീൻ ആണ് നമ്മളുടെ മൊബൈലിലുള്ള വിർച്വൽ മെമ്മറി ഒക്കെ എന്ത് ചെയ്യുന്നത്, മെമ്മറി മാനേജ്മെന്റ്, പവർ മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളുടെ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്ന ടൈമിൽ ഈ ഡാൽവിക് വിർച്വൽ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് അത് റൺ ചെയ്യുന്നത്. സോ ലൈനക്സ് കേർണൽ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് ലൈനക്സ് കേർണൽ, യു ക്യാൻ സീ ദിസ് ഈസ് ദ ലൈനക്സ് കേർണൽ. ഓക്കെ, നൗ there are some drivers available. We have the display driver. ഈ ഡിസ്പ്ലേ ഡ്രൈവർ എന്ന് പറയുന്നത്, ഈ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ, ലൈക്ക് എ സോഫ്റ്റ്വെയർ ആൻഡ് വിച്ച് ഈസ് ആക്ച്വലി യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ ഹാർഡ്വെയർ. ഓക്കെ, നമ്മളുടെ അപ്ലിക്കേഷൻസിന് നമ്മളുടെ ഡിവൈസിലുള്ള ഹാർഡ്വെയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഡിസ്പ്ലേ ഡ്രൈവർ യൂസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? നമ്മുടെ അപ്ലിക്കേഷൻസിന് ഡിസ്പ്ലേ ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ദെൻ വൈഫൈ ഡ്രൈവർ ഈസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ദ അപ്ലിക്കേഷൻ വിത്ത് ദ വൈഫൈ മോഡ്യൂൾ. വൈഫൈ മോഡ്യൂളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് വൈഫൈ ഡ്രൈവർ യൂസ് ചെയ്യുന്നത് ഒബ്വിയസ്ലി. ദെൻ ഓഡിയോ ഡ്രൈവർ എന്ന് പറയുന്നത് സൗണ്ടിന് വേണ്ടിയിട്ട്, നമ്മുടെ അപ്ലിക്കേഷന് സൗണ്ട് ഹാർഡ്വെയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഓഡിയോ ഡ്രൈവർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സിമിലർലി ബ്ലൂടൂത്ത്, ക്യാമറ, എക്സെട്ര, USB driver, these are all used for communicating with the hardware. Okay, ഇനി ബൈൻഡർ IPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈൻഡർ IPC it is actually an inter process communication mechanism in Android. നമ്മുടെ ആൻഡ്രോയിഡിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ റൺ ചെയ്യുന്നുണ്ടാവും. സോ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് IPC. ഓക്കെ, സോ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൈൻഡർ IPC ഡ്രൈവർ യൂസ് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് മെമ്മറി ഡ്രൈവർ ഫോർ ആക്സസിങ് മെമ്മറി ഹാർഡ്വെയർ. ഓക്കെ, നൗ ലിനക്സ് കേർണൽ ഈസ് എ ബോട്ടം ലെയർ ആൻഡ് ദി ഹാർട്ട് ഓഫ് ദ ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ. It manages all the drivers such as display driver, camera driver, Bluetooth driver, audio driver, memory driver, etc. which are mainly required for Android device during the runtime. നമ്മൾ ആൻഡ്രോയിഡ് റൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ എല്ലാ ഡ്രൈവേഴ്സും നമുക്ക് വേണ്ടി വരും. കാരണം നമ്മളുടെ ഓരോ ആപ്ലിക്കേഷൻസും ഈ പറഞ്ഞിട്ടുള്ള ഹാർഡ്വെയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ വിൽ ബി ഹാപ്പനിങ് ത്രൂ ദീസ് ഡ്രൈവേഴ്സ്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ OSുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. OS will be communicating with the drivers and the driver will be communicating with the hardware. അപ്പോൾ നമുക്കൊരു ഡാറ്റ നമ്മളുടെ ഹാർഡ്വെയറിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ we have to communicate it through the driver. നമുക്ക് ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിലും we have to communicate through the driver. Okay, now the Linux kernel will provide an abstraction layer between the device hardware and the remainder of the stack. So നമ്മളുടെ ഡിവൈസിന്റെ ഹാർഡ്വെയറും ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിന്റെ റിമൈനിങ് സ്റ്റാക്ക്, അതായത് റിമൈനിങ് ലെയറുമായിട്ടുള്ള ഒരു അബ്സ്ട്രാക്ഷൻ ലെയർ ആണ് നമ്മളുടെ ലൈനക്സ് കേർണൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ത്രൂ ദി ലൈനക്സ് കേർണൽ ഓൺലി വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി ഹാർഡ്വെയർ. It is responsible for memory management, power management, device management, and resource access, etc., etc. Okay. Now we have the second layer, that is the platform libraries. In platform libraries, we have a bunch of stuffs here, starting with the media framework library. And this media framework library is responsible for playing and recording audio and video formats. So നമുക്ക് ഓഡിയോ ആൻഡ് വീഡിയോ ഫോർമാറ്റ്സ് റെക്കോർഡ് ചെയ്യാനും പ്ലേ ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് മീഡിയ ഫ്രെയിംവർക്ക് ലൈബ്രറി എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് ദ OpenGL ആൻഡ് SGL. OpenGL means Open Graphics Library and SGL means Scalable Graphics Library. And these are used for 2D and 3D graphics. Okay, 2D and 3D ഗ്രാഫിക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈബ്രറീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ വി ഹാവ് ദി SSL means Secure Socket Layer, which is for encrypted communication between the server and client.
So for secure communication, നമുക്ക് കമ്മ്യൂണിക്കേഷൻ, അതായത് നമുക്ക് നമ്മളുടെ ക്ലയന്റും സെർവറുമായിട്ട് സെക്യൂർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ SSL യൂസ് ചെയ്യുന്നത്. SSL ഈസ് നൗ ടെക്നിക്കലി നോൺ ആസ് ട്രാൻസ്പോർട്ട് സെക്യൂരിറ്റി ലെയർ. ടെക്നിക്കലി ഇപ്പോൾ ട്രാൻസ്പോർട്ട് സെക്യൂരിറ്റി ലെയർ എന്നാണ് അറിയപ്പെടുന്നത്. ട്രാൻസ്പോർട്ട് സെക്യൂരിറ്റി ലെയർ. Okay, transport security layer. And now the platform libraries include various C++ core libraries and Java based libraries such as SSL, libc, graphics, SQLite, WebKit, Media, Surface Manager, OpenGL, etc. to provide support for Android development. നമ്മൾ Android development വേണ്ടിയിട്ടാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ SQLite എന്ന് പറയുന്നത് it is a SQL based database. Okay, so SQL based database ആണ് SQLite എന്ന് പറയുന്നത്. SQL based database. Okay, and it is built into the Android system. ഈ ഒരു database എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് സിസ്റ്റത്തിനായിട്ട് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആണ്. ആൻഡ് വി ഹാവ് സർഫസ് മാനേജർ വിച്ച് ഈസ് മാനേജിങ് ദ ഡിസ്പ്ലേ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർഫസ് മാനേജർ യൂസ് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് ദ ഫ്രീ ടൈപ്പ്. ഈ ഫ്രീ ടൈപ്പ് എന്ന് പറയുന്നത് ഫോർ മാനേജിങ് ഫോൺസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ the following are the summary details of some core Android libraries available for Android development. Adu endaanennallathu nokkam. And as said, the media library is for playing and recording audio and video formats. The Surface Manager library provides display management. We already discussed it. Then SGL and OpenGL graphics libraries are for 2D and 3D graphics management. Okay, and the SQLite is the database for saving data, and free type is for font support, and we have the WebKit for web browser support and SSL for internet security. Okay, so ഇത്രയാണ് നമ്മളുടെ platform libraries ന്റെ components എന്ന് പറയുന്നത്. Now let's go to the next component, that is our Android runtime. Now ഈ Android runtime ന് അതിന്റെ ടോപ്പ് മോസ്റ്റ് ലെയറും ബോട്ടം മോസ്റ്റ് ലെയറുമായിട്ട് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദിസ് Android runtime contains several components like Dalvik virtual machine, Zygote, and Android debug bridge, core libraries, etc. Okay, now the Android runtime environment is an important part of the Android rather than an internal part. ഒരു ഇന്റേണൽ പാർട്ട് എന്നതിലുപരി ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ് ആൻഡ്രോയിഡ് റൺ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇറ്റ് കണ്ടെയ്ൻസ് കമ്പോണൻറ്റ്സ് ലൈക്ക് കോർ ലൈബ്രറീസ് ആൻഡ് ഡാൽവിക് വിർച്വൽ മെഷീൻ. ഓക്കെ, നൗ ഈ ഡാൽവിക് വിർച്വൽ മെഷീൻ എന്ന് പറയുന്ന ഇതൊരു വിർച്വൽ മെഷീൻ ആണ്. ആക്ച്വലി നമ്മുടെ അപ്ലിക്കേഷൻസ് എല്ലാം റൺ ചെയ്യുന്നത് DVM യൂസ് ചെയ്തിട്ടാണ്. ദിസ് ഡാൽവിക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സിറ്റി നെയിമിൽ ഐസ്ലാൻഡ് ആണ്. ഐസ്ലാൻഡിലെ ഒരു സിറ്റി നെയിം ആണ് ഡാൽവിക് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദിസ് ഡാൽവിക് വിർച്വൽ മെഷീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദ വിർച്വൽ മെമ്മറി. ഓക്കെ, now Android runtime is the engine that powers our applications along with the libraries, and it forms the basis for the application framework. Application framework in the basic ആയിട്ട് എന്താ പറയുക ബേസിസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ Android runtime യൂസ് ചെയ്യുന്നത്. Okay, now the Dalvik virtual machine is a register based virtual machine like Java virtual machine. Java virtual machine പോലെ തന്നെ ഒരു register based virtual machine ആണ് Dalvik virtual machine എന്ന് പറയുന്നത്. Okay, and it is specially designed and optimized for Android to ensure that the device can run multiple instances efficiently. നമ്മൾ multiple applications same instanceൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DVM ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് സ്പെഷ്യലി ഒപ്റ്റിമൈസ്ഡ് ഫോർ ആൻഡ്രോയിഡിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളതാണ് ഡാൽവിക് വിർച്വൽ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇറ്റ് റിലൈസ് ഓൺ ദ ലിനക്സ് കേർണൽ ഫോർ ത്രെഡിംഗ് ആൻഡ് ലോ ലെവൽ മെമ്മറി മാനേജ്മെന്റ്. ലിനക്സ് കേർണലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് DVM വർക്ക് ചെയ്യുന്നത്.
ത്രെഡിങ് അതേപോലെ ലോ ലെവൽ മെമ്മറി മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ലിനക്സ് കേർണലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ DVM. Okay, and now the core libraries in the Android runtime will enable us to implement Android applications using standard Java programming language. So standard programming Java language use ചെയ്തിട്ട് നമുക്ക് അപ്ലിക്കേഷൻസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ യൂസ് ചെയ്യും. നമ്മുടെ കോർ ലൈബ്രറി ആണ് നമ്മളെ അതിനെ സഹായിക്കുന്നത്. ഓക്കെ, ജാവ യൂസ് ചെയ്തിട്ട് അപ്ലിക്കേഷൻസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ. And the DVM optimizes the virtual machine for memory, battery life and performance. മെമ്മറിക്ക് വേണ്ടിയിട്ടും ബാറ്ററി ലൈഫിന് വേണ്ടിയിട്ടും പെർഫോമൻസിന് വേണ്ടിയിട്ടും നമ്മുടെ DVM ആണ് വിർച്വൽ മെഷീനിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? Now the DEX compiler converts the class files into .dex format that runs on a Dalvik VM. Okay, Dalvik VM. So this is Dalvik. Okay. Now നമ്മളുടെ ജാവ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവ ക്ലാസ് ഫയൽസിനെ ഡെക്സ് കമ്പൈലർ നമ്മുടെ ഡാൽവിക് വിർച്വൽ മെഷീനിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കൺവേർട്ട് ദീസ് ക്ലാസസ് ഇൻ ടു ഡെക്സ് ഫയൽ. നമ്മുടെ ഡെക്സ് കമ്പൈലർ യൂസ് ചെയ്തിട്ട് ഡെക്സ് ഫയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എല്ലാ ക്ലാസ്സസിനെയും നമ്മൾ അങ്ങനെ കൺവേർട്ട് ചെയ്യും. എന്നാൽ മാത്രമേ നമുക്കത് DVM യൂസ് ചെയ്തിട്ട് റൺ ചെയ്യാൻ പറ്റുള്ളൂ. Okay, so multiple class files are converted into one dex file. Then only we can run this dex file in the DVM. So DVM run ചെയ്യുന്നത് dex files ആണ്. So we have to convert all the Java file into, class files into dex file. Okay. Now Android runtime ന്റെ ഒരു component ആണ് Zygote എന്ന് പറയുന്നത്. Zygote എന്ന് പറഞ്ഞാൽ it is a special process. അതൊരു പ്രോസസ് ആണ് which starts when the system boots up. സിസ്റ്റം നമ്മൾ പവർ ഓൺ ചെയ്യുന്ന ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് Zygote എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ OS ഒക്കെ എടുത്തിട്ട് സർവീസസിൽ പ്രോസസ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ Zygote എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ പ്രോസസ് which starts when the system boot up. ബൂട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് Zygote എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ആ ആപ്ലിക്കേഷൻ ഒരു പുതിയ പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യും. ഈ പറയുന്ന പുതിയ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ Zygote എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്നും ഫോർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഫോർക്ക് മീൻസ് ഈ മെയിൻ Zygote പ്രോസസ്സിൽ നിന്നും ഇവോൾവ് ചെയ്തു വരുന്ന പ്രോസസ്സുകളാണ് പിന്നെ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുതിയ പ്രോസസ്സ് എന്ന് പറയുന്നത്, ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫോർക്കിംഗ് മീൻസ് ദാറ്റ്. ഓക്കെ, സോ ഈ ആൾറെഡി ഉള്ള Zygote പ്രോസസ്സിൽ നിന്നും ഫോർക്ക് ചെയ്തിട്ടാണ് നമ്മളുടെ പുതിയ പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. Now ADB നമ്മൾ കണ്ടു. ADB means debuggable bridge. Okay, Android debug bridge, and it is a command line tool that let us to communicate with the device. നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഡീബഗ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും ഡെവലപ്പർ ടൈമിൽ ഒക്കെയാണ് ADB യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ കമാൻഡ് ലൈൻ ടൂൾ ദാറ്റ് ലെറ്റ്സ് us communicate with the device. ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് കമാൻഡ് ലൈൻ ടൂൾ ആണ് ADB എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് പെർഫോംസ് ആക്ഷൻസ് ലൈക്ക് ഇൻസ്റ്റാളിംഗ് ആൻഡ് ഡീബഗിംഗ് ആപ്ലിക്കേഷൻസ്. നമ്മൾ ഡെവലപ്പർ ടൈമിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ADB. ഓക്കെ, നൗ വി ഹാവ് ദ top next layer, that is our application framework. And in application framework നമുക്ക് കുറെ മാനേജേഴ്സ് അതേപോലെ different components നമുക്ക് അവൈലബിൾ ആണ്. And we have the first one is the activity manager, package manager, NFC, then location service, window manager, notification manager, content provider, view systems. All these are the components that are available inside our application framework. Okay, now the activity manager നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ, using this activity manager the Android system manages a stack of activities which are in different state. So different സ്റ്റേറ്റിലുള്ള ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യാനാണ് നമ്മൾ ആക്ടിവിറ്റി മാനേജർ യൂസ് ചെയ്യുന്നത്. ടു manage activities. Okay, so starting, running, paused, stopped or destroyed. നമ്മൾ ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. സോ ആക്ടിവിറ്റി ഹാവ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്.
സോ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലുള്ള ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി മാനേജർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? നൗ വി ഹാവ് ദ പാക്കേജ് മാനേജർ. ഈ പാക്കേജ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ആൻ API. API എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമബിൾ ഇന്റർഫേസ്. സോ നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ആണ് API എന്ന് പറയുന്നത്. സോ ഇറ്റ് ആക്ച്വലി API. ഒരു API ആണ് നമ്മുടെ പാക്കേജ് മാനേജർ എന്ന് പറയുന്നത്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻസിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ, അതേപോലെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ, അപ്ഗ്രേഡ് ചെയ്യാനൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻസിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ, ദെൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ആൻഡ് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെയാണ് നമ്മൾ പാക്കേജ് മാനേജർ യൂസ് ചെയ്യുന്നത്. സോ ഇൻസ്റ്റലേഷൻ, അൺഇൻസ്റ്റലേഷൻ, ദെൻ അപ്ഗ്രേഡേഷൻ ഒക്കെ നടക്കുന്നത് പാക്കേജ് മാനേജർ യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് വി ഹാവ് ദ NFC സർവീസ്. NFC എന്ന് പറഞ്ഞാൽ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസിൽ അപ്പോൾ പേയ്മെന്റ്സ് നടത്താനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ NFC യൂസ് ചെയ്യുന്നത്. മൊബൈൽ ഫോൺസിൽ NFC യൂസ് ചെയ്തിട്ട് നമുക്ക് പേയ്മെന്റ്സ് ഒക്കെ നടത്താൻ പറ്റും. the minimum distance, the maximum distance or the minimum distance നമുക്ക് ഏകദേശം ഒരു 4 സെന്റിമീറ്ററിൽ താഴെ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിവൈസസ് തമ്മിൽ ഡിസ്റ്റൻസിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ടാണ് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് റിക്വയർസ് എ ഡിസ്റ്റൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ എങ്കിലും മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അതിൽ കൂടുതൽ ഡിസ്റ്റൻസ് ആയി കഴിഞ്ഞാൽ NFC വർക്ക് ചെയ്യില്ല. ഓക്കെ, നൗ ലൊക്കേഷൻ സർവീസ് ആർ യൂസ്ഡ് ഫോർ ലൊക്കേഷൻ ഫോർ ഫൈൻഡിങ് ദ ലൊക്കേഷൻസ് ആൻഡ് ഓൾ. നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൊക്കേഷൻ സർവീസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് ദ വിൻഡോ മാനേജർ. നമുക്ക് വിൻഡോ മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണന്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ദ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് വിൻഡോസ്, which windows are visible, how they are laid out on the screen, etc. etc. നമുക്ക് ഏതൊക്കെ വിൻഡോസ് ആണ് നമ്മുടെ മൊബൈൽ ഫോണിൽ വിസിബിൾ ആയിട്ടുള്ളത്, എങ്ങനെയാണ് ആ വിൻഡോസ് ഒക്കെ സ്ക്രീനിൽ കാണുന്നത് എന്നുള്ളതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൻഡോ മാനേജർ യൂസ് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് ദ നോട്ടിഫിക്കേഷൻ മാനേജർ. നമ്മളുടെ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ മാനേജർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ കണ്ടന്റ് പ്രൊവൈഡർ ഈസ് ഫോർ സ്റ്റോറേജ്. അപ്പോൾ നമുക്ക് സ്റ്റോറേജ്, അതായത് സ്റ്റോറേജിന് വേണ്ടിയിട്ടും നമ്മളുടെ ആപ്ലിക്കേഷൻ ഫയൽസ് വേറെ ആപ്ലിക്കേഷൻസുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കണ്ടന്റ് പ്രൊവൈഡേഴ്സിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ കണ്ടന്റ് പ്രൊവൈഡേഴ്സിനെ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. നൗ വി ഹാവ് ദ വ്യൂ സിസ്റ്റം. Now it is designed to handle layout and view positions automatically. നമ്മുടെ സ്ക്രീനിലുള്ള ലേഔട്ടിനെയും ഓരോ വ്യൂസിൻ്റെയും, നമ്മൾ പറഞ്ഞു ബട്ടൺ ഒരു വ്യൂ ആണ്, അതേപോലെ ടെക്സ്റ്റ് വ്യൂ ഉണ്ട്, ഇമേജ് വ്യൂ ഉണ്ട്. സോ ഇതേപോലത്തെ ഓരോ വ്യൂസിനെയും നമ്മുടെ സ്ക്രീനിൽ ഓട്ടോമാറ്റിക്കലി ഡിസൈൻ, അതായത് ലേഔട്ട് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ വ്യൂ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഓരോ വ്യൂവിൻ്റെയും കൺസ്ട്രെയിൻസ്, അത് എവിടേക്ക് വരണം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പറയുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് ഡൺ ത്രൂ ലേഔട്ട്സ്. നമ്മൾ ലേഔട്ടിനെ ബേസ് ചെയ്തിട്ടാണ് വ്യൂസിൻ്റെ പൊസിഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം ചെയ്യുന്നത് ആക്ച്വലി വ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് കമ്പോണൻ്റ് ആണ്. ഓക്കെ. Now the application framework provides the class used to create Android applications. Android applications യൂസ് ചെയ്യാനുള്ള ക്ലാസ്സസ് ആണ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് നമുക്ക് തരുന്നത്. ആക്ടിവിറ്റി മാനേജർ, പാക്കേജ് മാനേജർ പോലത്തെ ക്ലാസ്സസ്. Okay. Now it also provides a generic abstraction for hardware access and manages the user interface and application resources. സോ ഒരു ജനറിക് അബ്സ്ട്രാക്ഷനും ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ബേസിക്കലി പ്രൊവൈഡ്സ് ദ സർവീസ് ത്രൂ വിച്ച് വി ക്യാൻ ക്രിയേറ്റ് പർട്ടിക്കുലർ ക്ലാസ് ആൻഡ് മേക്ക് ദാറ്റ് ക്ലാസ് ഹെൽപ്ഫുൾ ഫോർ ദി ആപ്ലിക്കേഷൻ ക്രിയേഷൻ. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് തരുന്നത്. ത്രൂ വിച്ച് വി ക്യാൻ ക്രിയേറ്റ് അവർ
applications. Okay. Now the application framework includes services like we already parnju. It includes services like a telephone service, location service, notification manager, NFC service, view system, etc., which we can use for application development as per our requirement. We already discussed this point. Okay. Now we have the final layer, that is our application. Now application it is the topmost layer itself. Okay. ഇപ്പോൾ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻസിൽ കാണുന്ന പോലെ തന്നെ ഹോം, കോണ്ടാക്ട്, ക്യാമറ, SMS, അലാം ഇതെല്ലാം അപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. ഇത് തന്നെയാണ് നമ്മൾ അപ്ലിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ദ നേറ്റീവ് ആൻഡ് തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസ് ലൈക്ക് കോണ്ടാക്ട്സ്, ഇമെയിൽ, മ്യൂസിക് ഗാലറി, വാട്ട് എവർ വി ബിൽഡ്, those will be installed on this layer only. നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് അതൊക്കെ ഈ അപ്ലിക്കേഷൻ ലെയറിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. Okay, so we have the applications like these things. So native applications നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് ഒക്കെ application ലെയറിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. So the application layer runs within the Android runtime using the classes and the services made available from the application framework. Application framework എന്ന് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ള ക്ലാസ്സസും സർവീസസും ഒക്കെ യൂസ് ചെയ്തിട്ട് ആൻഡ്രോയിഡ് റൺ ടൈമിൽ തന്നെയാണ് നമ്മുടെ അപ്ലിക്കേഷൻ ലെയർ റൺ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആൻഡ്രോയിഡ് റൺ ടൈമിലാണ് നമ്മളുടെ ഡാൽവിക് മെഷീൻ ഉള്ളത്, സൈഗോട്ട് ഉള്ളത്. ഓക്കെ, സോ ഈ ഡാൽവിക് മെഷീൻ യൂസ് ചെയ്തിട്ടാണ് അപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നത്. സോ അപ്ലിക്കേഷൻ ലെയർ ആക്ച്വലി റൺസ് വിത്തിൻ ദ ആൻഡ്രോയിഡ് റൺ ടൈം യൂസിങ് ക്ലാസസ് ആൻഡ് സർവീസസ് മെയ്ഡ് അവൈലബിൾ ഫ്രം അപ്ലിക്കേഷൻ framework. Okay, so to summarize എന്താണ് നമ്മളുടെ architecture എന്നുള്ളത് ഒന്നുകൂടെ നോക്കാം. So we have 5 components actually, starting from applications, which is the topmost layer, then application framework, Android runtime, platform library, and the bottommost layer, that is Linux kernel. ഇത്രയാണ് നമുക്ക് ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. Okay, so ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.